യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാനൻ ലോയുടെ ലംഘനത്തിൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച്, ആ പലതരത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ സമയം പൂർത്തിയായി അത് നിർത്തേണ്ടി വന്നത്. നമ്മൾ ഇത്തവണ ആ വിഷയം തുടർന്ന് ചർച്ച ചെയ്യുകയാണ്. തുടർന്ന് നമ്മളോടുകൂടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ പേരിൽ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കഴിഞ്ഞ തവണ നമ്മൾ ഈ ശിക്ഷാവിധികളെക്കുറിച്ച്, പ്രത്യേകിച്ച് എക്സ്കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് വിശദീകരിച്ച നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. സഭയിൽ ചില നിയമങ്ങളുടെ ലംഘനത്തിന് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് എക്സ്കമ്മ്യൂണിക്കേഷൻ. മലയാളത്തിൽ അതിനെ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നു. സഭ കൊടുക്കുന്ന വലിയ ശിക്ഷയാണ് മഹ്റോൻ. ഇന്നിപ്പോൾ ആ വാക്കങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. പക്ഷേ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ശിക്ഷയാണ് ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ശിക്ഷ. അപ്പോൾ ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ, ഈ മഹ്റോൻ രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന്, ചില പാപങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനാൽ തന്നെ ഒരുവൻ സ്വയം പുറത്താവുകയാണ്. മറ്റത് മറ്റൊരാൾ എന്ന് പറയുന്ന അധികാരമുള്ള ആൾ പുറത്താക്കുന്നു എന്നുള്ളതാണ്. രണ്ട് തരത്തിലുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് കുമ്പസാരം എന്ന കൂദാശയുടെ രഹസ്യാത്മകത അത് പരികർമ്മം ചെയ്യുന്ന വൈദികൻ സൂക്ഷിക്കേണ്ടതാണ്. ഈ രഹസ്യം സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം സഭയുടെ പുറത്താവുകയാണ്. അതാണ് ഒരു ഉദാഹരണം പറയുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ സഭ ഈ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട്, വേറെ ചില പാപങ്ങളുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് വ്യക്തിയെ പുറത്താക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായി. ഇതൊരു വളരെ കഠിനമായിട്ടുള്ള ഒരു ശിക്ഷയായിട്ട് ഉള്ളതാണ്. അതൊരു നെഗറ്റീവായി തീരരുതല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് സഭയ്ക്ക് മാത്രമല്ല ഈ പുറത്താക്കൽ നടപടി ഉള്ളതെന്ന് പറയുന്നത്. അത് എല്ലാ സമൂഹങ്ങൾക്കും തന്നെ ഉണ്ട് ഇങ്ങനൊരു പുറത്താക്കൽ നടപടി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ചില സമുദായങ്ങളിൽ നിന്ന് ആ സമുദായത്തിലെ അംഗങ്ങളെ ഗൗരവമെന്ന് അവർ കരുതുന്ന ചില ലംഘനങ്ങൾ, നിയമത്തിൻ്റെ ലംഘനം വരുമ്പോഴത്തേക്കും സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് പുറത്താക്കുന്നു. അതിനവർ പറയുന്ന ഊരുവിലക്കെന്നൊക്കെ പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ ഊരുവിലക്കെന്നൊക്കെ പറയുന്ന, അപ്പോൾ അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആ സമുദായത്തിലെ ആളുകളുമായിട്ട് അവർക്ക് ബന്ധം പാടില്ല. അതുപോലെ തന്നെ സമുദായത്തിലെ അംഗങ്ങൾ വിലക്കപ്പെട്ട ആളുകളുമായിട്ട് ബന്ധം പാടില്ല. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കും എന്നുള്ള, അങ്ങനെയുള്ള ചില സമുദായങ്ങളിൽ അങ്ങനെ ചില നിയമങ്ങളുണ്ട്. വിലക്കുന്ന കഠിനമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കത്തോലിക്ക സഭയിൽ ഈ പുറത്താക്കൽ, അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ആ ശിക്ഷ, അങ്ങനെയുള്ളൊരു ശിക്ഷ കത്തോലിക്ക സഭയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നോ? ബൈബിളിൽ അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ബൈബിളിൽ വാസ്തവത്തിൽ ഇങ്ങനെ സഭാസമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന ശിക്ഷ നൽകുന്നതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഉദാഹരണമായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പാപത്തെക്കുറിച്ചും അതിന് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം സാർ. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി
അവിഹിതമായ വീഴ്ചയിൽ കഴിയുന്നു. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അവനെ പുറന്തള്ളുവിൻ ഉള്ളതാണ്. അത് അപ്പം പുറന്തള്ളുന്ന പൗലോസ്ലീഹായുടെ വിധിപ്രസ്താവമാണ് വാസ്തവത്തിൽ. വളരെ കർക്കശമായിട്ടുള്ള ഒരു നിലപാടാണ് വാസ്തവത്തിൽ. നിങ്ങളുടെ ആരുടെ വിജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അഭിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അഭിഹിതമായ വീഴ്ചയിൽ കഴിയുന്നു ഉള്ളത് ഒരു ധാർമ്മിക അധപ്പതനം. അതായത് പിതാവിന് പല ഭാര്യമാരുണ്ടായിരുന്നു, അതിൽ ഒരു ഭാര്യയുമായിട്ട് വിഹിതമല്ലാത്ത ബന്ധത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. അങ്ങനെയുള്ളവനെ സഭാസമൂഹത്തിൽ നിന്ന് നീക്കിക്കളയുവിൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. കാരണം അവനെ എന്തിനാണ് ഈ നീക്കിക്കളയേണ്ടതെന്ന് പറയുന്നത്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനമാണ്, ഒരു പാപമാണ്. അങ്ങനെ പാപം ചെയ്യുന്നവനെ സഭാസമൂഹത്തിൽ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇടർച്ചയ്ക്ക് കാരണമാകും. തെറ്റായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് ഗുരുതരമല്ല, ഗൗരവമുള്ളതല്ല എന്നുള്ള വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ ചില കാര്യങ്ങൾ നോക്കുക. 9:30 ക്ലാസ്സിൽ കയറണം എന്നുള്ളൊരു ചെറിയ നിയമമുണ്ട്, ഒരു നിയമമുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ ആ നിയമത്തിൽ ലംഘിച്ച് 9:45 10 ഒക്കെ കയറി വരികയാണെങ്കിൽ, അതുപോലെ തന്നെ സാറന്മാർ തന്നെ ടീച്ചർമാരും ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അത് കണ്ണടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണ്. മറ്റുള്ളവർക്കും അതിനൊരു പ്രേരണയാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ അച്ചടക്കത്തെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ 5-ാമത്തെ അധ്യായത്തിൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? അപ്പം ഇവനെ ഇങ്ങനെയുള്ളൊരുവന് ആ സമൂഹത്തിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു പുളിമാവ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയേണ്ടത്. അത് മോശമായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരിലേക്കും ആ തിന്മ മറ്റുള്ളവരിലേക്കും വ്യാപിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. 13-ാമത്തെ വാക്യത്തിൽ തന്നെ ഒന്നുണ്ട്. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. 5-ാം അധ്യായത്തെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. ദുഷ്ടനെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നീക്കിക്കളയുന്നത് എന്താണ്? അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സഹോദരന് ഇന്ന അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നടപടിക്രമം എന്നുള്ളതാണ്. ഒറ്റയടിക്കല്ല. എന്നിട്ട് അവസാനമാണ് വാസ്തവത്തിൽ അവനെ നിങ്ങൾ യുഗക്കാരനെ പോലെയും വിജാതീയനെ പോലെയും കരുതുക എന്ന് പറയും. നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവനായിട്ട് അവനെ കണക്കാക്കണ്ട എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവനെ കരുതുക, അത് അവസാനത്തെ ഒരു ക്രമമാണ്. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഒറ്റയടിക്കല്ല പല കാര്യങ്ങൾക്കുമൊക്കെ ഈ പറയുന്ന ശിക്ഷ കൊടുക്കുന്നത്. ചില കാര്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ശിക്ഷയ്ക്ക് വിധേയമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് ഇനി എന്തിനാണ് വാസ്തവത്തിൽ ഇവനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം, നമ്മൾ ഓർക്കണം. അതായത് സഭാസമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് വലിയ ദുഃഖത്തിന് അവന് തന്നെ കാരണം, മാനസാന്തരത്തിന് തന്നെ കാരണമാവുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ നിന്ന് അവന് കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുകയാണ്. ഞാൻ ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായിട്ടുള്ള ആനുകൂല്യങ്ങളടക്കം നിഷേധിക്കപ്പെടുകയാണ്, ലഭിക്കാതെ വരികയാണ്. അംഗീകാരം ഒരു വശത്ത്, അത് പോട്ടെ. അതിലും കൂടുതൽ രക്ഷയുടേതായിട്ടുള്ള മാർഗങ്ങൾ, കുദാശകളുടെ ഗ്രേസ് ലഭിക്കാനായിട്ടുള്ള, വരപ്രസാദം ലഭിക്കാനായിട്ടുള്ള മാർഗങ്ങളിൽ കുദാശയുടെ യോഗ്യതാപൂർവമായിട്ടുള്ള സ്വീകരണമാണ്. അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് പറ്റാത്തൊരിത് വരുമ്പോഴത്തേക്കും അവൻ്റെ നിത്യരക്ഷ പോലുമാണ് ബാധിക്കുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഒരു പ്രയാസത്തിന്, ദുഃഖത്തിന്, താൻ ചെയ്തിട്ടുള്ള വലിയ പാപത്തെക്കുറിച്ച് മനസ്തപിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുകയാണ് വാസ്തവത്തിൽ ഇത്. അത് അവനെ തിരിച്ചു വരാനായിട്ട്, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാനും തിരിച്ചു വരാനും അവനെ പ്രേരിപ്പിക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പർപ്പസ്, ഈ ശിക്ഷയ്ക്കൊക്കെ ഉള്ളൊരു
പർപ്പസ് അവനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സാർ ഒന്ന് വായിക്കാവോ? ഗലാത്യർക്കെഴുതിയ ലേഖനമാണ്. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ എന്നുള്ളതാണ്. അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ അങ്ങനെ തള്ളിക്കളയാന്ന് പറഞ്ഞ് അവനെ എന്താണ് അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷയല്ല വാസ്തവത്തിൽ. അവൻ്റെ കുറവുകളെക്കുറിച്ച്, അവൻ്റെ കുറ്റത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ചിന്തിക്കാനും അതേക്കുറിച്ച് മനസ്തപിക്കാനും വീണ്ടും സഭാസമൂഹത്തിലേക്ക് തിരിച്ചു വരാനുമായിട്ടുള്ള ഒരു അവസരമാണ്. മാത്രമല്ല, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ, ഇതിപ്പം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഒരുവനെ നീക്കിക്കളയാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവൻ തിരിച്ചു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് 2-ാമത്തെ ലേഖനത്തിൽ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്. അവൻ തിരിച്ചു വന്നു. അവൻ്റെ തെറ്റിനെക്കുറിച്ച് സഭയിൽ നിന്ന് നീക്കപ്പെട്ട അവൻ തിരിച്ചു വരികയാണ്. 5 മുതലുള്ള വാക്യം വായിക്കാം സാറിന്. ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത്. ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ്, നിങ്ങളെ എല്ലാവരെയുമാണ്. അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി. അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിവദിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. അവന് ദുഃഖമുണ്ടായി, അവന് മനസ്സാന്തരപ്പെട്ടു, അവനെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ എക്സ്കമ്മ്യൂണിക്കേഷന് അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ചെയ്ത പാപത്തെക്കുറിച്ച്, ഗുരുതരമായിട്ടുള്ള നിയമലംഘനത്തെക്കുറിച്ച് ഓർമ്മിച്ച് അതേക്കുറിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അത് തള്ളിക്കളയാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സഭ നൽകുന്ന ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന്, പ്രത്യേകിച്ച് എക്സ്കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന് എന്തെങ്കിലും മോചനമുണ്ടോ? എങ്കിൽ ആർക്കാണ് ഈ മോചനം നൽകാൻ സാധിക്കുക? തീർച്ചയായിട്ടും അതിൽ മോചനമുണ്ട്. അതുകൊണ്ടാണല്ലോ തിരിച്ചു വരുമ്പോൾ അവനെ സ്വീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച്, പശ്ചാത്തപിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് ഈ മോചനം നൽകാനായിട്ട് എക്സ്കമ്മ്യൂണിക്കേഷൻ, ഈ പുറത്താക്കൽ, അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മെത്രാന്മാർക്ക് സാധിക്കും. അത് മെത്രാന് ആണ് ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ നൽകിയെങ്കിൽ ഒരു കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു ലംഘനം വരുന്നു. ഇപ്പം സഭാവിശ്വാസം ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു സെക്റ്റിൻ്റെ പുറകെ പോകുന്നു, ആ സെക്റ്റിലെ പാസ്റ്റർ ആകുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ഒരിതാണ്. സഭയുടെ വിശ്വാസം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗുരുതരമാണ്. അപ്പോൾ അത് മെത്രാന് ഇദ്ദേഹം പശ്ചാത്തപിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്നും അദ്ദേഹത്തിന് വിടുതൽ നൽകാം, മോചനം നൽകാം എന്നുള്ളതാണ്. അത് ഇദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ള ഉറപ്പ് വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനുള്ള ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ ഈ ഇപ്പം കേരള സമൂഹത്തിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരാൾ കത്തോലിക്ക ധ്യാന പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാൾ, അദ്ദേഹം പിന്നീട് സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവുകയും സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസം പഠിപ്പിക്കുകയും അദ്ദേഹത്തിന് കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം സഭയിൽ നിന്ന് ഒക്കെ അദ്ദേഹത്തെ പുറത്താക്കി. കാരണം സഭയുടെ പ്രബോധനം അനുസരിച്ചുള്ള ഒരു പ്രബോധനമല്ല അദ്ദേഹം നൽകുന്നത്, പഠിപ്പിക്കലല്ല നൽകുന്നത്. പക്ഷെ അദ്ദേഹം തിരിച്ചു വരാനായിട്ട് ഒരു കാലഘട്ടത്തിൽ അതിന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും സഭയിലെ അധികാരികൾ നിയോഗിച്ച കമ്മീഷനുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. പക്ഷെ അദ്ദേഹം ചില വ്യവസ്ഥകൾ വെച്ചു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ ഇതിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല, ചില കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഇതേക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ട് ആ എക്സ്കമ്മ്യൂണിക്കേഷൻ ലിഫ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മെത്രാന് ചെയ്യാം. അതുപോലെ തന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാർപ്പാപ്പയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ
എക്ലസിയാസ്റ്റിക്കൽ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു കോടതിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ കോടതിക്കാണ് വാസ്തവത്തിൽ ചില പാപങ്ങൾ റിസർവ്, അതിൻ്റെ ശിക്ഷ അതിനെക്കുറിച്ചൊക്കെ ഉള്ളത് ശിക്ഷ ഈ കോളിസിയാണ്, പരിശുദ്ധ സിംഹാസനമാണ്. അപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിന് ചില ഇതിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിന് മാത്രമേ ഇളവ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എക്സ്കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ഈ കർശനമായ ശിക്ഷാ നടപടികൾ അത് അൽമായർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സഭാ അധികാരികൾക്കും ബാധകമാണോ? ഈ സഭയിൽ നിന്നുള്ള പുറത്താക്കൽ ശിക്ഷ അത് സഭയിലെ വിശ്വാസികളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഈ പറയുന്ന ശിക്ഷ കഠിനമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷ, അത് അങ്ങേയറ്റം ഈ പറയുന്ന എക്സ്കമ്മ്യൂണിക്കേഷൻ വരെ പോകാം. ഉദാഹരണമായിട്ട് കുമ്പസാരം എന്ന കൂദാശയുടെ രഹസ്യം സൂക്ഷിക്കണം, കുമ്പസാരം പരികർമ്മം ചെയ്യുന്ന വ്യക്തികൾ, അത് വൈദികരായിക്കൊള്ളട്ടെ, മെത്രാന്മാരായിക്കൊള്ളട്ടെ, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന പരികർമ്മം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ, ആ ഇതിൽ രഹസ്യാത്മകത സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ രഹസ്യം വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഈ പറയുന്ന എക്സ്കമ്മ്യൂണിക്കേഷനാണ്, സഭയിൽ നിന്നുള്ള പുറത്താക്കലാണ് വാസ്തവത്തിൽ. അപ്പം വൈദികർക്കും ഈ ശിക്ഷ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ബിഷപ്പുമാർക്കും ഉണ്ട്. ഇപ്പോൾ ഇത് സഭയിലൊക്കെയുള്ള ചില ശിക്ഷാ നടപടികൾ ആഗോള സഭയിലുള്ള വിശ്വാസികൾ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലെഫേബറെ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു ആർച്ച് ബിഷപ്പ്, ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹത്തിന് ഈ രണ്ടാം വത്തിക്കാൻ സുനഗദോസിൻ്റെ ആയിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് ആരാധനക്രമമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില പരിഷ്കാരങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എതിർക്കുകയും ചെയ്തു. താല്പര്യങ്ങളില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഒരു സമൂഹം സ്ഥാപിച്ചു എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഈ പറയുന്ന പോലെ സഭയുടെ ടീച്ചിങ്ങുമായിട്ടൊക്കെ വളരെ വിശ്വസ്തനായിട്ടൊക്കെ ഇരുന്നതാണ്. പക്ഷേ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ പ്രത്യേകിച്ച് ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും മാർപ്പാപ്പായൊക്കെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടൊന്നും അവരുടെ ആവശ്യങ്ങൾക്ക് കീഴ്പ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ ഈ നിയമം അനുസരിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടും അത് ചെയ്തില്ല. മാത്രമല്ല അദ്ദേഹം ഒരു സമൂഹത്തിന് രൂപം കൊടുത്തു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുടെ ഒരു സമൂഹത്തിന് രൂപം കൊടുക്കുന്നു. സ്വതന്ത്ര സഭയായിട്ടാണോ? സ്വതന്ത്ര സഭയല്ല എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു വിഭാഗം, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, സെക്ട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു കാര്യങ്ങളിലെല്ലാം ഇത് തന്നെയാണ്. പക്ഷെ ആരാധനാക്രമത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പഴയ ആരാധനാക്രമം അദ്ദേഹം തുടർന്നു എന്നുള്ളതാണ്. പഴയ ആരാധനാക്രമം തുടർന്നു, ലത്തീനിലൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ കുർബാനയും മറ്റുമെല്ലാം. അപ്പം ഇതും ഈ പറഞ്ഞതുപോലെ ചില ചെറിയ കൊച്ചു കൊച്ചു ശിക്ഷകൾക്കും ഒക്കെ അദ്ദേഹം വിധേയനായി എന്നുള്ളതാണ്. രൂപതയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. പക്ഷെ പിന്നീട് ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനം അദ്ദേഹം നടത്തി. അതായത് ചില വൈദികരെ മാർപ്പാപ്പായുടെ അനുവാദമോ അംഗീകാരമോ ഒന്നും കൂടാതെ മെത്രാന്മാരായിട്ട് വാഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്, രണ്ടാമത്തെ ദുനസ് കഴിഞ്ഞിട്ട് ആണ്, 2000-ന് മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്കമ്മ്യൂണിക്കേഷന് വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാംബിയയിലെ ഒരു ആർച്ച് ബിഷപ്പായിരുന്ന മിലിങ്കോ എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ്, അദ്ദേഹം രൂപതാഭരണത്തിലൊന്നും അധികം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സമർത്ഥനായിട്ടുള്ളൊരു ആർച്ച് ബിഷപ്പായിരുന്നു, വളരെ കഴിവുള്ള ഒരു ആർച്ച് ബിഷപ്പ്. അദ്ദേഹം ഈ എക്സോർസിസം, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ബാധയൊഴിപ്പിക്കൽ, പൈശാചിക ബാധയൊഴിപ്പിക്കൽ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക. അങ്ങനെയൊക്കെ പലയിടത്തൊക്കെ പോവുകയൊക്കെ ചെയ്ത് അവസാനം വത്തിക്കാനിലേക്ക്, അദ്ദേഹത്തിൻ്റെ രൂപതയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി വത്തിക്കാനിലേക്ക് ആക്കി. വത്തിക്കാനിലാക്കി കഴിഞ്ഞെങ്കിൽ ശരി, ഇത് തുടർന്നു. അപ്പോൾ ഏതായാലും പിന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സെക്റ്റ് രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് അദ്ദേഹം വിവാഹിതനാകുകയും ചെയ്ത് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. ഞാൻ പറഞ്ഞു വരുന്ന സാറ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന 2 ഉദാഹരണം അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അങ്ങനെയുള്ള ആളുകൾക്ക്
ഒരു ക്രിസ്ത്യൻ ബറിയൽ, ക്രിസ്തീയ മുറപ്രകാരമുള്ള ശവസംസ്കാരം നിഷേധിക്കുന്ന ഒരു അവസരങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉവ്വ. അത് പലപ്പോഴും ഒരു വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. അതിനെക്കുറിച്ച് സഭയുടെ നിലപാട് എന്താണ്? വാസ്തവത്തിൽ സാറ് പറഞ്ഞ ഈ നിയമം അനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങൾ സഭയുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വലിയ ദുഃഖത്തിന് കാരണമായിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടാകാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മഹത്യ എന്ന് പറയുമ്പോൾ സ്വയം ജീവൻ എടുക്കുക. അപ്പം ജീവൻ്റെ ഉടമ ദൈവമാണ്, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ജീവൻ എടുക്കാനായിട്ടുള്ള, മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനോ സ്വയം ജീവൻ എടുക്കാനോ ആയിട്ടുള്ള അവകാശ അധികാരം ആർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പം ജീവൻ ദൈവികമായിട്ടുള്ള ഒരിതാണ്. കൊല്ലരുത് എന്നുള്ള ആ പ്രമാണം ദൈവികമായിട്ടുള്ള പ്രമാണമാണ്. ആ പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇത്. അപ്പം അതിൻ്റെ ഗൗരവം, ദൈവത്തിൻ്റെ ദാനമായ ജീവൻ എടുക്കുന്നത്, അത് ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള ഒരു പാപമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഭയിലെ അംഗങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. ജീവിക്കുന്നവർക്കും ഒരു എന്താണ് ഒരു 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 വാണിംഗ് ആയിട്ട്, അവർ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ളൊരു പാപമാണ്, മാരക പാപമാണ്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ലാത്തതാണ് എന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജീവിച്ചിരിക്കുന്നവരെയും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ചർച്ച് ബറിയൽ, സഭാപരമായിട്ടുള്ള ഒരു ശവസംസ്കാരം അവർക്ക് പണ്ട് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു അന്നത്തെ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള സത്യം അരക്കിട്ട് ഉറപ്പിക്കുക ഒന്ന്. അപ്പം ജീവൻ എടുക്കുന്നത് അത് തെറ്റാണ്. അങ്ങനെ തെറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സഭാപരമായിട്ടുള്ള ബറിയൽ കൊടുക്കുന്നില്ല. അപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ്, അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിങ്ങനെ എടുക്കരുത്. ആത്മഹത്യ പ്രവണത നിരുത്സാഹപ്പെടുത്തുക, ആത്മഹത്യ പ്രവണത നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് അതുകൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പഠിപ്പിക്കലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പണ്ട് ചെയ്യുന്ന സിബത്തേരിയിൽ ഒരു പ്രത്യേക ഭാഗം ഇവർക്കായിട്ട് മാറ്റിയും വെച്ചിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ളത്. എമ്മാടിക്കുഴി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കും പിന്നെ സഭയിൽ നിന്നൊക്കെ അകന്ന്, കുദാശകളിൽ നിന്നൊക്കെ അകന്ന് ജീവിച്ചിരിക്കുന്ന കത്തോലിക്കരായിട്ടുള്ള ആളുകളുടെ മരണശേഷം അവരെ സംസ്കരിക്കാനായിട്ടൊക്കെ പണ്ട്, ഇന്നിപ്പോൾ അങ്ങനെയില്ല കേട്ടോ, അങ്ങനെയില്ല. അത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ, സുഹൃത്തുക്കൾക്കൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിയമത്തിൽ, പണ്ടുണ്ടായിരുന്ന ഈ കാനൺ നിയമത്തിൽ 1980-കളിലൊക്കെ അല്പം, അന്ന് മുതൽ തന്നെ അല്പം മാറ്റം വരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള ഒരു മാറ്റം, സഭയുടെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പലപ്പോഴും ഒരാൾ എല്ലാവർക്കും സ്വന്തം ജീവൻ നിലനിർത്താനായിട്ടും ജീവൻ വളർത്താനായിട്ടും ഏത് മനുഷ്യനും ആഗ്രഹിക്കും എന്നുള്ളതാണ്. സുബോധമുള്ള എല്ലാ മനുഷ്യരും ഇതാണ്. സ്വന്തം രക്ഷ അത് പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഈ മനുഷ്യർ ജീവൻ എടുക്കുകയാണ്, സ്വയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത്രമാത്രം മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിലൂടെ, സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത് പുതിയ അറിവിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്. ഇപ്പം സൈക്കോളജിയിൽ ഒക്കെയുള്ള മനഃശാസ്ത്രത്തിൻ്റെ ഒക്കെ പഠനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് പുതിയ അറിവിൻ്റെ വെളിച്ചത്തിൽ ആത്മഹത്യയുടെ ഗൗരവത്തെക്കുറിച്ചുള്ള ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ട് ആണ്, അതിൻ്റെ ഗൗരവം ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ട് ഉണ്ടെന്ന് സഭ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം, ആത്മഹത്യക്ക് ഒരുവനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്തെന്ന് സഭ മനസ്സിലാക്കുന്നു. അത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്.
ഉദാഹരണമായിട്ട് 2282 നമ്പറിൽ ഗൗരവവഹമായ മാനസിക അസ്വസ്ഥതകൾ, പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അല്ലെങ്കിൽ കലശലായ ഭയം, സഹനം അഥവാ പീഡനം എന്നിവ ആത്മഹത്യ ചെയ്യുന്നയാളിൻ്റെ ഉത്തരവാദിത്വത്തെ ലഘൂകരിക്കാം. വളരെ വ്യക്തമായിട്ട് ഈ ആത്മഹത്യ ചെയ്യുന്ന ആളിൻ്റെ മാനസികാവസ്ഥ അത് ആത്മഹത്യ ചെയ്യുന്ന ആളിൻ്റെ ഉത്തരവാദിത്വത്തെ ലഘൂകരിക്കുന്നുണ്ട് എന്ന് ഈ മതബോധന ഗ്രന്ഥം വെളിപ്പെടുത്തുകയാണ്. അത് പുതിയ അറിവിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെയൊരു ഈ പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആത്മഹത്യ ചെയ്തവരോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. അച്ഛാ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം, നമുക്ക് ശ്രമിക്കാം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാനൻ ലോയ് ആയി ബന്ധപ്പെട്ടുള്ള ശിക്ഷാ നടപടികളിൽ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ തുടരുകയാണ്. ഇത്രയും സമയം ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭ സംബന്ധമായ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ കത്തെഴുതുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ പ്രത്യേകം അവിടെ കാണിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും നന്ദി, നമസ്കാരം.